നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്ക് വിശപ്പില്ലമ്മേ, നിങ്ങൾ കഴിച്ചോ? അതെങ്ങനെ അത്താഴപ്പട്ടിണി കിടക്കുന്നേ? വാ കുട്ടി. അല്ല അമ്മ, എനിക്ക് വേണ്ടഞ്ഞിട്ടാ. നിങ്ങൾ പോയി കഴിച്ചോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവക്ക് വിശപ്പില്ലെന്ന്. എന്താ മോളെ, സുഖമില്ലായ്മ വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ല അച്ഛാ. ഞാൻ ഈ നേരം വരെ ഓടിച്ചാടി നടന്നതല്ലേ, അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരാനാ? വിശപ്പ് തോന്നില്ല. ഞാൻ പിന്നെ പ്രസാദം കഴിച്ചായിരുന്നു, കരിക്കും വെള്ളം കുടിച്ചു, അതുകൊണ്ടാ. രാവിലെ മുതൽ പൂജാസാധനങ്ങൾ ഒരുക്കാനും അവരെ സഹായിക്കാനൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചു അല്ലേ? ഭഗവാന്റെ കാര്യത്തിന് എനിക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നാറുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ ചെന്ന് ഭക്ഷണം കഴിച്ചോളൂ. വയറ് നിറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ തല ഉണ്ടാക്കണ്ട. ചെല്ലേ എങ്കിൽ വരൂ ദേവേട്ട. രാധികയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ഓ, അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്കും വേണ്ടായിരിക്കും. നമുക്ക് കഴിക്കാമേ. താമസം ഈ ഔട്ട് ഹൗസിലോട്ടായത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവള് ഭക്ഷണം കഴിക്കാത്ത കാര്യം ചോദിച്ച ആൾക്കാർ ക്യൂ നിന്നേനെ. സ്നേഹം കാണിച്ച ആൾക്കാരെ മയക്കിയെടുക്കാൻ പ്രത്യേക സിദ്ധി തന്നെ ഉണ്ട് അവൾക്ക്. എല്ലാവരും സ്നേഹിക്കുന്നത് അത് നല്ല കാര്യമല്ലേ അമ്മേ? അതിനെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവളെ ആരും ഇഷ്ടപ്പെടും. അതിനിങ്ങനെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ഭക്ഷണം എടുക്കേ സുധേ. ഒരിക്കലെടുക്കണമെന്ന് പറഞ്ഞാല് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിത് ചെയ്ത് പൂർത്തിയാക്കും. കാരണം ഇത് വരുണ്ട ഭാവിക്ക് വേണ്ടിയാ. കൃഷ്ണ, വരുണൊന്നും വരുത്താതെ കാത്തോളണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.